ക്രിസ്മസ് എന്നാൽ ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നവനും ചരിത്രത്തെ മാറ്റിമറിച്ചവനുമായ നസ്രത്തിലെ യേശുക്രിസ്തുവിൻ്റെ ജനനരേഖയാണ്. പ്രപഞ്ചസൃഷ്ടാവായ ദൈവം ചരിത്രത്തിലേക്ക് മനുഷ്യനായി പ്രവേശിച്ചതിൻ്റെ ഓർമ്മ പുതുക്കൽ. ഇന്ന് നമ്മോടൊപ്പം സന്ദേശം നൽകാനായി ചേരുന്നത് ബഹ്റൈൻ സേക്രഡ് ഹാർട്ട് ചർച്ചിൻ്റെ പാരിഷ് കോർഡിനേറ്റർ മിസ്റ്റർ റെജി സേവ്യറാണ്. അദ്ദേഹത്തെ എത്രയും സ്നേഹത്തോടെ സന്ദേശം നൽകാനായി ക്ഷണിച്ചുകൊള്ളുന്നു. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 22-ാം വചനം. മറിയം ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ഒരു അഡ്വെൻറ്റ് കാലത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അഡ്വെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു ആഗമന കാലത്തെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു കാത്തിരിപ്പാണ്. പ്രത്യേകിച്ച് ക്രിസ്മസിനായിട്ടുള്ള ഒരു കാത്തിരിപ്പാണ്. അഡ്വെൻറ്റ് എന്ന് പറയുമ്പോൾ ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ നമുക്കായി പിറന്ന ഉണ്ണി ഈശോയെ കാത്തിരിക്കുന്ന ഒരു വേളയാണിത്. നമുക്കറിയാം, അന്തരീക്ഷത്തിൽ പോലും മാറ്റങ്ങളുണ്ട്. ഈ ക്രിസ്മസിനായി ഒരുങ്ങുന്ന ഈ അവസരത്തിൽ നല്ല തണുപ്പുള്ള രാവുകൾ, ക്രിബ്, ക്രിസ്മസ് ട്രീ, ലൈറ്റുകൾ, ക്രിസ്മസ് കരോളുകൾ, ഇതെല്ലാമാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായി കയറി വരിക. ബാഹ്യമായ ആഘോഷങ്ങളാണ് പലപ്പോഴും ക്രിസ്മസിനെ നമ്മളൊരു ക്രിസ്മസിൻ്റെ ആഘോഷമായി നമ്മൾ ചിത്രീകരിക്കാനായിട്ട് പലപ്പോഴും ഉപയോഗിക്കുക. എന്നാൽ ഈ ഒരു കാത്തിരിപ്പിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് നിർജീവമായ ഒരു കാത്തിരിപ്പല്ല, മറിച്ച് സഭ നമ്മളെ ആഹ്വാനം ചെയ്യുക, നമ്മളെ തന്നെ ഒന്ന് ആത്മപരിശോധന ചെയ്യുവാനായിട്ടുള്ള ഒരു സമയമായിട്ടാണ്. നമ്മുടെ ഉള്ളുകളെ ഒന്ന് വിശുദ്ധമാക്കാൻ, നമ്മുടെ ഉള്ളുകളിൽ ഉണ്ണീശോ ജനിക്കാൻ പാകത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാനായിട്ടുള്ളൊരു കാലഘട്ടമായിട്ടാണ് സഭ നമ്മളെ ഈ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുക. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 4 ആഴ്ചകളിലായിട്ടാണ് ഈ അഡ്വെൻറ്റ് സീസൺ തിരുസഭ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന തരിക. 4 ആഴ്ചകളിൽ പല തരത്തിലുള്ള തിരികൾ നമ്മൾ കത്തിക്കാറുണ്ട്. നമ്മൾ ആദ്യമായി കത്തിച്ചത് എ കാൻഡിൽ ഓഫ് ഹോപ്പ്, പ്രതീക്ഷയുടെ ഒരു തിരിയാണ് നമ്മൾ ആദ്യമായി കത്തിച്ചത്. ഈ ക്രിസ്മസ് കാലഘട്ടം എന്ന് പറയുന്നത് വലിയ പ്രതീക്ഷയുടെ ഒരു കാലഘട്ടമാണ്. ഉണ്ണീശോയെ പ്രതീക്ഷിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് രക്ഷകനായി പിറക്കാനായിട്ടുള്ള ഉണ്ണീശോയെ സ്വീകരിക്കാനായിട്ടുള്ള ഒരുക്കത്തിൻ്റെ കാലഘട്ടമായിട്ടാണ് കാൻഡിൽ ഓഫ് ഹോപ്പ്. 2-ാമത്തെ ആഴ്ച നമ്മൾ കത്തിച്ചത് കാൻഡിൽ ഓഫ് പീസ്, സമാധാനത്തിൻ്റെ തിരിയാണ് നമ്മൾ കത്തിച്ചത്. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ആ സമാധാനത്തിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ്. ഈ ലോകത്തെ മുഴുവൻ നോക്കിയാലും യുദ്ധത്തിൻ്റെതായാലും കൊല്ലും കൊലപാതകവും എല്ലാം നടക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. ഈ കാലഘട്ടത്തിൽ വീണ്ടും നമ്മുടെ ഉള്ളിലേക്ക് സമാധാനമായി നമ്മുടെ ഉണ്ണീശോ പിറക്കാൻ പോവുകയാണ്. 3-ാമതായി നമ്മൾ കത്തിച്ച തിരി കാൻഡിൽ ഓഫ് ജോയ്, സന്തോഷത്തിൻ്റെ തിരിയാണ് നമ്മൾ കത്തിച്ചത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന അവസരം എന്താണ്? ഒരുപക്ഷെ ഭൗതികമായ കാര്യങ്ങളാണോ നമുക്ക് സന്തോഷം നൽകുന്നത്? നമുക്ക് ഒന്ന് പുനഃപരിശോധന ചെയ്യാം. ക്രിസ്തുവിൽ സന്തോഷം കണ്ടെത്തുവാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു സീസൺ കൂടിയാണിത്. ക്രിസ്മസിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നമുക്ക് ആത്മപരിശോധന ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത് ക്രിസ്തുവാണോ? 4-ാമതായിട്ട് നമ്മൾ കത്തിക്കാൻ പോകുന്ന തിരി കാൻഡിൽ ഓഫ് ലവ്. സുവിശേഷം മുഴുവൻ ഈശോ നമ്മളോട് പറയുന്നത് സ്നേഹത്തെക്കുറിച്ചാണ്. ഒരു സ്നേഹത്തിൻ്റെ കാലഘട്ടത്തിലൂടെയാണോ നമ്മൾ കടന്നു പോകുന്നത്? മറ്റുള്ളവരെ കൂടുതലായി ഒന്ന് സ്നേഹിക്കാൻ, ഒന്ന് ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു മനോഭാവത്തോടു കൂടിയാണോ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഈ ക്രിസ്മസ് നമുക്ക് നൽകുന്ന മറ്റൊരു സന്ദേശം അത് തന്നെയാണ്. നമ്മുടെ വീടുകളിലും കുടുംബങ്ങളിലുമെല്ലാം നമ്മൾ പുൽക്കൂടുകൾ ഉണ്ടാക്കാറുണ്ട്, ക്രിസ്മസ് ട്രീകൾ ഉണ്ടാക്കാറുണ്ട്. ആദ്യമായി പുൽക്കൂട് ഉണ്ടാക്കിയത് അസീസിയിലെ ഫ്രാൻസിസ് ആണ്. ഫ്രാൻസിസ് നിർമ്മിച്ച പുൽക്കൂട്ടിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം ആ പുൽക്കൂടുണ്ടാക്കിയത്. അതിൽ വാനമേഘങ്ങളുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, താഴെ പുല്ലുണ്ട്, പുൽക്കൊടിയുണ്ട്, രാജാക്കന്മാരുണ്ട്, ആട്ടിടയന്മാരുണ്ട്, സംഗീതമുണ്ട്, സന്ദേശമുണ്ട്. അതിൻ്റെ എല്ലാം നടുവിലായി ഔസേപിതാവും പരിശുദ്ധ അമ്മയും പിന്നെ ഉണ്ണീശോയുമുണ്ട്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊണ്ടുള്ള ഒരു പുൽക്കൂടാണ് ഫ്രാൻസിസ് അസീസി വിഭാവനം ചെയ്തത്. ഈ ക്രിസ്മസിൽ നമുക്ക് ചിന്തിക്കാവുന്ന മറ്റൊരു കാര്യം ഇത് തന്നെയാണ്. നമ്മൾ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടാണോ ഈ ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് ഒരുങ്ങുന്നത്? ആരെങ്കിലും ജീവിതത്തിൽ നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒരു ക്രിസ്മസ്.
നേരത്തെ പറഞ്ഞതുപോലെ പ്രതീക്ഷയുടെ, സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഒരു ക്രിസ്മസ് ആവട്ടെ ഇത്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 11-ാം വചനം പറയുന്നത് പോലെ ദാവീദിന്റെ പട്ടണത്തിൽ നമുക്കായി ഒരു രക്ഷകൻ കർത്താവായ ഈശോ മിശിഹ പിറന്നിരിക്കുന്നു. ആട്ടിടയന്മാർക്ക് നൽകിയ ഈ സന്ദേശം ലോകത്തിന്റെ മുഴുവൻ സന്ദേശമായി മാറുന്ന ഈ അവസരത്തിൽ നമുക്കെല്ലാവർക്കും ശാന്തിയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ക്രിസ്മസിനായി ഒരുങ്ങാം. 2026 ഒരു നല്ല ഒരു പുതുവത്സരം നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ സ്നേഹത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ഈ പുതുവത്സരത്തെ നമുക്ക് ഏറ്റവും വലിയ പ്രതീക്ഷയോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. വിഷിംഗ് യു ഓൾ എ മെറി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ. വളരെ വ്യത്യസ്തമായ ഒരു സന്ദേശം നമുക്കായി പങ്കുവച്ച ബഹുമാനപ്പെട്ട ശ്രീ റെജി സേവിയറിന് ബഹറി മീഡിയ സിറ്റിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് ഷിനോയ് പുളിക്കൻ.